ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിന്ന് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. മെയിൻ ആയിട്ട് ഒരു 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പിന്നെ ഇതിനൊക്കെ സബ്ബുകളാണ്. അത് വെച്ചിട്ട് നല്ല ഒരു സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കൊഴുപ്പോട് കൂടിയ സാമ്പാർ കഴിക്കാനായിട്ടാണ്. ഈ സാമ്പാർ നമുക്ക് പരിപ്പിടേ വേണ്ട, പരിപ്പിടാതെ നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഇതിന് ഇത്രയും ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു കപ്പ് അരിയാണ് എടുത്തത്. ഞാനിവിടെ എടുത്തിട്ടുള്ള പച്ചരിയാണ്. പച്ചരിയോ ചക്കരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. അപ്പം ഞാനിവിടെ പച്ചരി എടുത്തിരിക്കുന്ന 1 കപ്പ്. അതും നമ്മുടെ ആവശ്യത്തിന് എടുക്കാം, ഓരോരുത്തരുടെ അളവനുസരിച്ച് എടുക്കാം. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്, ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ് ഞാൻ വേറെ ശ്രദ്ധിച്ചുകൊണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിപ്പോൾ അരി 1 കപ്പാണ്. അതേ കപ്പിൽ 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഉഴുന്ന് മതി. അതും നന്നായിട്ട് നമുക്ക് പൊരിച്ച് വരണം, ബ്രൗൺ കളറാക്കണം. ചെറുതായിട്ട് ചുവന്ന് വരുമ്പം 1 സ്പൂൺ നമ്മൾ ഉലുവ അതും കൂടി ഇടാം. ഉലുവ കൂടരുത്, ഉലുവ കൂടെ കഴിക്കും. ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഇടാം. ഉഴുന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും, മുറുക്കിൻ്റെ മണം. ഉലുവ ആയി തുടങ്ങി. പൊട്ടുന്ന ഒച്ച വെക്കാതെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി വെച്ച് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ വലിയ ഉണക്ക മുളകാണെങ്കിൽ നിങ്ങൾ മുളക് വറുത്ത് വയ്ക്കണം. ഞാനിപ്പോൾ പൊടിയാണ് ഇടണം മുളകെല്ലാം. അതുകൊണ്ട് ഞാനിവിടെ ഇതിനാവശ്യമുള്ള മല്ലിപ്പൊടി ഇടണം. ഈ ചൂടായ ചീനച്ചട്ടിയിലിട്ടണം, കരിയരുത്, സൂക്ഷിച്ചോണം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇളക്കി കൊടുക്കാം, ചൂടായതുകൊണ്ട്. ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിലും ചൂടാണെങ്കിൽ ചീനിച്ചട്ടി. ഒരു 2 സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/4 ടീസ്പൂൺ കായം പൊടിയും കൂടെ. കായം നമുക്ക് ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഇടാമല്ലോ, അഥവാ കുറവാണെങ്കിൽ. അപ്പോൾ അതിന് കൂടുതലിടണം എന്തായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചുകൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാനിവിടെ സാമ്പാർ കഷ്ണങ്ങളിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. പരിപ്പില്ല, കാണുമ്പോൾ അറിയില്ല പരിപ്പ് കാണാനില്ല. അതാണ്ട പരിപ്പില്ലാത്ത സാമ്പാറാണ് ഞാൻ പറഞ്ഞത്. പരിപ്പിട്ടിട്ടില്ല, കുറച്ച് കഷ്ണങ്ങൾ. എല്ലാം കൂടെ വെള്ളരിക്കയും അമരയ്ക്കയും ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. ആ 2 വെണ്ടയ്ക്കയും കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് സാമ്പാറിന് ഞാൻ കഷ്ണം ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണമാണ്. ഇനി നമുക്ക് ഇതിപ്പോഴത്തെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. സിമ്മിലാക്കി തിളച്ചതുകൊണ്ട്. ഇനി നമുക്ക് പൊടിയിടാം. നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചില്ലേ, ആ പൊടിയിടാം. ഞാനിവിടെ ഇപ്പോൾ 2 സ്പൂൺ പൊടിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഇടുക. 2 സ്പൂൺ ചെയ്ത് വലിയ സ്പൂണായതുകൊണ്ട് ഞാൻ ഒരു 3/4 ഭാഗം എടുത്തുള്ളൂ. സാധാരണ നമ്മുടെ ടേബിൾ സ്പൂണില്ലേ, അതിന് 2 സ്പൂൺ ഇടാം. അപ്പോൾ ഞാൻ എന്താ ഇട്ടു. ഇത് നല്ലൊരു ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായി ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് ആവശ്യത്തിനെടുത്താൽ മതി. കുറേശ്ശെ എടുത്താൽ മതി. ചെറിയൊരു കുടുംബത്തിന് ഒരു 1-2 സ്പൂൺ മതിയാവും ഈ പൊടി. സാമ്പാർ ഉണ്ടാക്കി കാണിച്ചു തരാം. പൊടി ഇട്ടു. ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കുകയാണ്. ഞാൻ പുളിവെള്ളം വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് പുളി ഇല്ലാതെ ഉണ്ടാക്കാറുണ്ട്. പുളി ഇല്ലാതെ നമ്മൾ തക്കാളി ഇച്ചിരി കൂടുതലിടും. ഇന്നിപ്പോൾ 2 തക്കാളി, ചെറിയ തക്കാളിയായിരുന്നു, അതിട്ടിട്ട് ഞാൻ അല്പം പുളി കണ്ടോ, ചെറിയ പീസ് പുളി എടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരണം. നമ്മൾ സാധാരണ സാമ്പാർ കഴിക്കാൻ തിളച്ച് വരുമ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേ ഇതിന് ഒരു കട്ടി കിട്ടുള്ളൂ. ഇപ്പം കട്ടിയില്ല, നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ സാമ്പാറിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പരിപ്പിടാതെ തന്നെ നമുക്ക് ഇനി ഇരിക്കും തോറും വീണ്ടും ഇത് കൊഴുപ്പ് വരും. അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയൂലേ, സാമ്പാർ വെറുതെ എന്തിനോ വേണ്ടി തിളയ്ക്കാൻ മാത്രം വിഡ്ഢിയൊന്നുമല്ല. മല്ലിപ്പൊടിക്ക് നല്ല വേഗമുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി നന്നായിട്ട് തിളച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ കയ്പും ചവർപ്പൊക്കെ മാറാൻ വേണ്ടി ഈ സാമ്പാർ പാവം തിളയ്ക്കണത്. അതിന് ആളുകൾക്ക് കളിയാക്കൽ. അതുപോലെ തന്നെ പുളിക്കും വേവുള്ളതാണ്. അപ്പോൾ പുളിവെള്ളം മല്ലിയൊക്കെ നന്നായിട്ട് വെന്തെങ്കിൽ മാത്രമേ സാമ്പാറിന് ടേസ്റ്റ് വരുള്ളൂ. അല്ലാതെ സാമ്പാർ വെറുതെ എന്തിനു വേണ്ടി തിളയ്ക്കുന്നതല്ല അല്ലേ സാമ്പാർ? അതേന്ന് സാമ്പാർ. ശരി, നമുക്കിനി ഇറക്കി വയ്ക്കാൻ പോവാണ്. താളിക്കാം.
ഇതിൻ്റെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടിരിക്കും. ഞാൻ ഇതിനകത്ത് ശർക്കര ഇടാറുണ്ട്, ഒരു ചെറിയ കഷ്ണം ശർക്കര. ഞാനത് മറന്നു. ഈ സാധനം തിളയ്ക്കുമ്പോൾ തന്നെ ശർക്കര ഇടണം. ഞാൻ വിട്ടുപോയി, സാമ്പാറിനെ പറ്റി അങ്ങനെ പറഞ്ഞു. ഇനിയിപ്പം ഞങ്ങളിടാറുണ്ട് ശർക്കര, നിർബന്ധമൊന്നും കൊണ്ടാണ് സാമ്പാർ. ഇനിയിപ്പോൾ ഇത് ഇരിക്കും തോറും വീണ്ടും അതൊന്ന് കൊടുക്കും. നമുക്കിനിയിപ്പോൾ താളിക്കാൻ പോവുകയാണ് ഞാൻ. ഇപ്പോൾ സാമ്പാർ താളിക്കാൻ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് സാമ്പാർ താളിക്കാം. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നേരം കണ്ടതിന് നന്ദി, നമസ്കാരം. ഇനി വീണ്ടും ഇതുപോലെ പരിപ്പില്ലാത്ത സാമ്പാർ വീണ്ടും വരുന്നതായിരിക്കും, മൂന്നാമത്തെ പാർട്ട് വരുന്നതായിരിക്കും.